നമ്മൾ കഴിഞ്ഞ ദിവസം കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്താ? 1, 2, 3 അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു പറഞ്ഞു അല്ലെ? പറഞ്ഞല്ലേ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? 1, 2, 3, 4 ഇത്രയും ഡിജിറ്റുകളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അതുകൂടാതെ ഒരു ഡിജിറ്റും കൂടെ ഉണ്ട്. എന്താ? 0. ഈ 0 ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മളിങ്ങനെ ഈ സംഖ്യനെ പറയുന്നത് എന്താ? എണ്ണുന്ന സംഖ്യ അല്ലെ? എണ്ണൽ സംഖ്യ അല്ലെ? പിന്നെന്താ പറഞ്ഞേ? ഈ 0 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതോറും സംഖ്യന്റെ വില കൂടിക്കൂടി വരുന്നു. 0-നെക്കാളും 1 കൂടുതൽ, 0-നെക്കാളും 2 കൂടുതൽ, 0-നെക്കാളും 3 കൂടുതൽ, 0-നെക്കാളും 4 കൂടുതൽ, അങ്ങനെ കൂടി ഒന്ന് കൂടി ലാസ്റ്റ് ഡിജിറ്റ് എത്രയാ? നമുക്കറിയാവോ? അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് 0-ന് പുറകോട്ടും ഈ സംഖ്യകളെ എഴുതാം. 0-നെക്കാളും ഇങ്ങോട്ട് പോകുമ്പോ എന്തായിരുന്നു? 1 കൂടി വരും. അപ്പൊ 0-ന് പുറകോട്ട് വരുമ്പോൾ 1 കുറഞ്ഞു വരും അല്ലെ? 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ എത്ര വരെ വേണേലും കുറഞ്ഞു വരാം. പക്ഷെ വിലക്ക് വ്യത്യാസം ഇല്ലേ? 0-നെക്കാളും 0-ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ വില കൂടി വരികയും ഇപ്പുറത്തേക്ക് പോകുമ്പോൾ വില കുറഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പൊ സംഖ്യ ഒരുപോലെ എഴുതിയാൽ പറ്റുമോ? അപ്പൊ 0-ന് പുറകോട്ട് വരുമ്പോൾ വില കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഖ്യക്ക് കുറവ് എന്നുള്ള ചിഹ്നം കൂടെ ഇടണം. അപ്പോ ഈ സംഖ്യനെ പറയുന്ന പേരാണ് നെഗറ്റീവ് സംഖ്യ. അപ്പൊ അപ്പുറത്തേക്കുള്ള സംഖ്യയോ? പ്ലസ് പോസിറ്റീവ് സംഖ്യ. പോസിറ്റീവ് സംഖ്യ നമ്മൾ പോസിറ്റീവ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ 0-നെക്കാളും വില കുറഞ്ഞ സംഖ്യക്ക് ഈ കുറവ് എന്തായാലും എഴുതണം, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പോസിറ്റീവ് സംഖ്യ, നെഗറ്റീവ് സംഖ്യ, ഇത് രണ്ടും അല്ലാത്ത എന്താ? 0. ഇവിടെ 0-നെക്കാളും 1 കുറവ്, 2 കുറവ്, 3 കുറവ്. ഇത് കൂട്ടാനും നമ്മൾ പഠിച്ചു. പോസിറ്റീവ് സംഖ്യ കൂട്ടാൻ പഠിച്ചു, നെഗറ്റീവ് സംഖ്യ കൂട്ടാൻ പഠിച്ചു, രണ്ടും കൂടെ കൂട്ടാൻ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ തന്നെ ഈ സംഖ്യകള് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗുണിച്ചു നോക്കാം. 0 ഒഴിവാക്കിയിട്ട് അപ്പുറത്തേക്ക് 1, 2 ഗുണിച്ചാൽ എത്രയാ? 1, 2, 2 അല്ലെ? രണ്ടും പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് സംഖ്യ കേട്ടോ നമ്മളെടുത്ത്. 1 പോസിറ്റീവ്, 2 പോസിറ്റീവിന് നമ്മൾ പോസിറ്റീവ് എന്നുള്ളത് ആവശ്യമുണ്ടോ? പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? 0-നെക്കാളും വില കൂടിയ സംഖ്യ ആയതുകൊണ്ട് പ്ലസ് സംഖ്യയാണ് അല്ലെ? 0-നെക്കാളും വില കൂടി വരുന്ന സംഖ്യ ആയതുകൊണ്ടാണ് പോസിറ്റീവ് സംഖ്യ ആയത്. 1, 2 ഗുണിച്ചാല് 1, 2, 2 ഗുണിക്കാൻ അറിയാലോ. 3, 4 ഗുണിച്ചാല് 3, 12. 5ഉം 10 ഗുണിച്ചാല് 50, 50. 100ഉം 10 ഗുണിച്ചാല് 110 ഗുണിച്ചാൽ എത്രയാ? 1000. സിമ്പിൾ അല്ലേ? ഗുണിക്കാനെല്ലാം അറിയാലോ. പക്ഷെ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായേ? ഒരു പോസിറ്റീവ് സംഖ്യ, വേറൊരു പോസിറ്റീവ് സംഖ്യ ഗുണിച്ചപ്പോ എന്താ കിട്ടിയേ? വേറൊരു പോസിറ്റീവാ അല്ലെ? അതിനേക്കാളും വലിയൊരു പോസിറ്റീവ് സംഖ്യ കിട്ടി. ഇവിടെ എന്താ? അടുത്ത പോസിറ്റീവ് സംഖ്യ, 2 പോസിറ്റീവ് സംഖ്യകൾ ഗുണിച്ചു, അതിനേക്കാളും വലിയൊരു പോസിറ്റീവ് സംഖ്യ കിട്ടി. നോക്കിയോ, ഇതോ 2 പോസിറ്റീവ് സംഖ്യകൾ ഗുണിച്ചു, കിട്ടിയത് വേറൊരു പോസിറ്റീവ് സംഖ്യ. 100ഉം 10ഉം ഗുണിച്ചു, വേറെ പോസിറ്റീവ് സംഖ്യ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പോസിറ്റീവ് സംഖ്യകൾ ഗുണിക്കുമ്പോൾ എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവ് സംഖ്യ ആണ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ നെഗറ്റീവ് സംഖ്യനെ ഗുണിക്കാം. -1 ഗുണിക്കണം -2 എത്രയാ? 1, 2 ഗുണിച്ച 1, 2 2 മൈനസ് കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എന്താകും അറിയാവോ? അത് മൈനസ് ആകൂല, പകരം പ്ലസ്. മൈനസ് ഗുണിക്കുമ്പോ പ്ലസ്. ഇവിടെ നമ്മൾ പ്ലസ്സുകൾ തമ്മിൽ ഗുണിച്ചപ്പോ എന്താ കിട്ടിയേ? പ്ലസ് കിട്ടി. ഇവിടെയോ 2 മൈനസുകൾ തമ്മിൽ ഗുണിച്ചപ്പോ 2 മൈനസ് സംഖ്യയാണ്. 0-നെക്കാളും കുറഞ്ഞ 2 സംഖ്യകൾ ഗുണിച്ചപ്പോൾ ഈ മൈനസും കൂടെ ഗുണിക്കുമ്പോൾ എന്താകും? പ്ലസ് ആകും. അപ്പോ രണ്ട് നെഗറ്റീവ് 0-നെക്കാളും വില കുറഞ്ഞ സംഖ്യകൾ ഗുണിക്കുമ്പോൾ വില കൂടിയ സംഖ്യ ആവും അല്ലെ? വില കൂടിയ സംഖ്യ. അപ്പോ -10ഉം -5ഉം കൂടെ ഗുണിച്ചാൽ എത്രയായിരിക്കും? 5,
ആൻസർ അതുപോലെ എഴുതി. 2 മൈനസ് ആയതുകൊണ്ട് മൈനസ് സംഖ്യയാണോ? വില കൂടിയ സംഖ്യ കിട്ടുള്ളൂ അല്ലെ. -4 -3 കൂടെ ഗുണിച്ചാൽ എത്രയാ? 4 3 കൂടെ ഗുണിച്ചാൽ 4 3 12. മൈനസും മൈനസും ആയതുകൊണ്ട് ആൻസർ എത്രയായിരിക്കും? 2 മൈനസ് ആണെങ്കിൽ എപ്പോഴും പ്ലസ് അല്ലേ കിട്ടുള്ളൂ. മൈനസും മൈനസും കട്ടായി പോയി, ബാക്കി പ്ലസ്സേ കിട്ടുള്ളൂ. -7 ഗുണിക്കണം -2 കൂടെ ഗുണിച്ചാൽ എത്രയാ? 7 2 കൂടെ ഗുണിച്ചാല് 14. ആൻസർ മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോ പ്ലസ് ആയില്ലേ? പ്ലസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? പ്ലസ് സംഖ്യക്ക് പ്ലസ് എഴുതിയിരുന്നു നമ്മള് ഇല്ല. 0-നേക്കാളും വില കൂടിയതിന് പ്ലസ് എഴുതണമെന്നില്ല. വില കുറഞ്ഞതിന് പക്ഷെ മൈനസ് എഴുതണം. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, -4 ഗുണിക്കണം -8 എത്രയാ? 8 4 കൂടെ ഗുണിച്ചാ 4 32. ചിഹ്നോ? ചിഹ്നം വേണ്ട, പ്ലസ് അല്ലേ. 0-നേക്കാൾ കൂടുതലാണ് ചിഹ്നം വേണോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, പോസിറ്റീവ് സംഖ്യകൾ, പ്ലസ് സംഖ്യകൾ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പ്ലസ് സംഖ്യ ഗുണിക്കുമ്പോൾ എന്താ കിട്ടും? അതിനേക്കാളും വലിയ ഒരു പ്ലസ് സംഖ്യ കിട്ടും. അതുപോലെ മൈനസ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴോ അതിനും വലിയ ഒരു പ്ലസ് സംഖ്യ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഗുണിച്ചു നോക്കിയാലോ. ഇപ്പൊ പ്ലസ് തന്നെ ഗുണിച്ചു നോക്കി, രണ്ടാമത് നമ്മള് മൈനസ് തന്നെ ഗുണിച്ചു നോക്കി. അപ്പൊ ഏതാ കിട്ടുന്നേ? പ്ലസ് തമ്മിൽ ഗുണിച്ചാലും മൈനസ് തമ്മിൽ ഗുണിച്ചാലും എന്ത് കിട്ടുള്ളൂ? പ്ലസ് മാത്രമേ കിട്ടുള്ളൂ. സംശയമില്ലല്ലോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ഗുണിച്ചു നോക്കാം. 1 ഗുണിക്കണം -1 1 കൂടെ ഗുണിച്ചാൽ എത്രയാ? 1 കൂടെ ഗുണിച്ചാല് 1 അല്ലേ. പക്ഷെ ഒരു സ്ഥലത്ത് പ്ലസും ഒരു സ്ഥലത്ത് മൈനസും ആണ്. ഈ പ്ലസും മൈനസും വന്നാൽ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ഒരു മൈനസും കിട്ടാൻ. പ്ലസും പ്ലസും ആണെങ്കിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, പ്ലസ് തന്നെയായിരിക്കും. മൈനസും മൈനസും ആണെങ്കിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, പ്ലസ് ആയിരിക്കും ആൻസർ. പക്ഷേ 2 പ്ലസും മൈനസും വന്നാൽ നമ്മൾ ഗുണിക്കുമ്പോൾ ആൻസർ മൈനസ് ആയിരിക്കും. നോക്കാം അല്ലേ. -5 ഗുണിക്കണം 2 എത്രയാ? 5 ഗുണിക്കണം 2 എത്രയാ? 10. ആൻസറോ? 0 കുറവാണോ കൂടുതലാണോ? പ്ലസും മൈനസും വന്നുകൊണ്ട് നമ്മൾ എന്തിടണം? -3 ഗുണിക്കണം -4 എത്രയാ? ആൻസർ എത്രയാ? 4 12. പ്ലസ് ആണോ മൈനസ് ആണോ? 2 മൈനസാ. 2 മൈനസ് വന്നോണ്ട് പ്ലസ്. വേറെ വേറെ ചിഹ്നം വരുമ്പോഴാണ് നമ്മൾ ഏതിടേണ്ടത്? മൈനസ് ഇടേണ്ടത് അല്ലേ. 5 ഗുണിക്കണം -4 14 20. പ്ലസോ മൈനസോ? പ്ലസ് ആണോ? രണ്ടും വേറെ വേറെ ആവുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, മൈനസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണോ? -10 ഗുണിക്കണം -100 1000 അല്ലേ. ചിഹ്നം പ്ലസ്. കാരണം എന്താ? 2 സ്ഥലത്തും മൈനസ് ആണ് അല്ലേ. 10 ഗുണിക്കണം -100 എത്രയാ? 1000. ചിഹ്നം മൈനസ്. പ്ലസ് മൈനസ് മനസ്സിലായോ? ഗുണിക്കുന്ന മനസ്സിലായില്ലേ? ഇതാണ് പ്ലസിന്റെയും മൈനസിന്റെയും ഗുണനം. ഓക്കെ അല്ലേ? പ്ലസ് മൈനസും ഗുണിക്കുന്ന മനസ്സിലായല്ലോ. പ്ലസും പ്ലസും ഗുണിച്ചാൽ എന്ത് കിട്ടും? പോസിറ്റീവും പോസിറ്റീവ്. പോസിറ്റീവ് സംഖ്യ എന്ന് മനസ്സിലായില്ലേ? 0-നേക്കാളും വില കൂടി 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 വരുന്ന സംഖ്യ പോസിറ്റീവ് സംഖ്യ അല്ലെ. കുറഞ്ഞു കുറഞ്ഞു വരുന്ന സംഖ്യ നെഗറ്റീവ് സംഖ്യ. അപ്പൊ പ്ലസുകൾ തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും പ്ലസ്സേ കിട്ടുള്ളൂ, മൈനസുകൾ തമ്മിൽ ഗുണിച്ചാല് അതും പ്ലസ്സേ കിട്ടുള്ളൂ. പക്ഷെ ഇത് രണ്ടുകൾ മിക്സ് ചെയ്ത് ഗുണിച്ചാലോ പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ എപ്പോഴും മൈനസേ കിട്ടുള്ളൂ അല്ലെ. ഇനി നമുക്ക് 1 ഒന്ന് ഗുണിച്ചു നോക്കാം. 1 ഒന്നുകൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 1 1 1 2 കൊണ്ട് ഗുണിച്ചാലോ? 1 1 2 2. 1 3 കൊണ്ട് ഗുണിച്ചാലോ? 3. 1 4 കൊണ്ട് ഗുണിച്ചാലോ? 4 4. 1 5 കൊണ്ട് ഗുണിച്ചാലോ? 5 5. അറിയില്ലേ? എല്ലാത്തിനെയും 1 2 3 കൊണ്ട് നമ്മൾ ഗുണിച്ചു നോക്കി. ഓക്കെ അല്ലേ? അതൊക്കെ അറിയാമല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് 2 അതുപോലെ ഗുണിച്ചു നോക്കാം. 2 ആദ്യം 1 2 3 4 5 6 7 8 9 ഗുണിച്ചു നോക്കാം. 2 ആദ്യം 1 കൊണ്ട് ഗുണിച്ചു. 1 2 2 2 2 കൊണ്ട് ഗുണിച്ചാല്
4. 2നെ 3 കൊണ്ട് ഗുണിച്ച് 1 2 3 4 5 ഇങ്ങനെ 10 വരെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓരോന്നൊന്ന് ഗുണിച്ച് നോക്കാം. ഗുണനം നമുക്ക് അറിയാവുന്നല്ലേ. ഫസ്റ്റ് 1 നോക്കാം. 1നെ 1 കൊണ്ട് ആദ്യം ഗുണിച്ച് നോക്കാം. എത്രയായിരുന്നു കിട്ടുന്നത്? 1നെ 1 കൊണ്ട് ഗുണിച്ചാല് 1. 1നെ 2 കൊണ്ട് ഗുണിച്ചാല് 2. 2. 1നെ 3 കൊണ്ട് ഗുണിച്ചാല് 3. 1നെ 4 കൊണ്ട് ഗുണിച്ചാല് 4. 1നെ 5 കൊണ്ട് ഗുണിച്ചാല് 5. 6 കൊണ്ട് ഗുണിച്ചാല് 6. 7 8 9 10. 1നെ 100 കൊണ്ട് ഗുണിച്ചാല്, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്താ കിട്ടുന്നേ? ആ സംഖ്യ തന്നെ കിട്ടും. ഇല്ല, ഏത് സംഖ്യനെ 1 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്താ കിട്ടുന്നേ? ഏത് സംഖ്യ ആണെങ്കിലും അതിനെ 1 കൊണ്ട് ഗുണിച്ചാലേ അതേ സംഖ്യ തന്നെ കിട്ടും. ഓക്കെ അല്ലേ? 1നെ 1000 കൊണ്ട് ഗുണിച്ചാല് 1000. 1000നെ 1 കൊണ്ട് ഗുണിച്ചാലോ 1000 അല്ലേ? 1 കൊണ്ട് ഗുണിച്ചാല് വേറെ വ്യത്യാസമൊന്നുമില്ല. ഏത് സംഖ്യയാണോ ആ സംഖ്യ തന്നെ കിട്ടും. ഇനി നമുക്ക് 2 കൊണ്ട് ഗുണിച്ച് നോക്കാം. 2 കൊണ്ട് 1നെ ഗുണിച്ചാലോ? നമ്മൾ നേരത്തെ പറഞ്ഞു 2 കൊണ്ടെന്നല്ല, ഏത് സംഖ്യ കൊണ്ട് 1നെ ഗുണിച്ചാലും ഏത് സംഖ്യ കിട്ടുള്ളൂ? അതേ സംഖ്യ തന്നെ കിട്ടുള്ളൂ. 2 കൊണ്ട് 1നെ ഗുണിച്ചാല് 2. 2 കൊണ്ട് 2നെ ഗുണിച്ചാലോ 4. 3നെ ഗുണിച്ചാലോ 6. അടുത്തോ 8. പിന്നെയോ 10 12 14 16 18 20. ഓക്കെ, മനസ്സിലായില്ലേ? 2നെ 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു. 2 4 6 8 10. ഇതെന്താ? 2നെ 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും ഗുണിച്ച് സംഖ്യകളാണ് എഴുതിയേക്കുന്നത്. 2 4 6 8. അതായത് 2ന്റെ ഗുണിതങ്ങൾ അല്ലെ? 2ന്റെ ഗുണിതങ്ങളാണ്. 2നെ 1 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇത് കിട്ടി, 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇത് കിട്ടി. ഇതിനെന്താ പറയുന്നത്? ഗുണിതങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ്. 2ന്റെ മൾട്ടിപ്പിൾ അപ്പൊ ഏതൊക്കെയാ? 2 4 6 8. സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് 2ന്റെ മൾട്ടിപ്പിൾസ്. 2 4 6 8 10 12. 2ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ ആദ്യം 1 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഗുണിക്കുക. കിട്ടിയില്ലേ? 2 4 6 8 10. ഇതാണ് 2ന്റെ മൾട്ടിപ്പിൾ. അതുപോലെ നമ്മൾ 3ന്റെ മൾട്ടിപ്പിളും വേണം എഴുതാം. എത്രയാ? 1 3 3 23 6 3 9 4 3 12 5 3 15 6 3 18 7 3 21 8 3 20. തെറ്റിപ്പോയോ? 5 3 15 6 3 18 7 3 21 8 3 24 27 30 അല്ലേ? ഇതാണ് എന്തിന്റെ മൾട്ടിപ്പിള്? ഇതിന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ. എന്തിന്റെ മൾട്ടിപ്പിള്? 3ന്റെ മൾട്ടിപ്പിൾ. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തിന്റെ മൾട്ടിപ്പിൾ എഴുതാം? പറയൂ. 1 4 4 8 12 16 20 20 24 28 4 32 54 36 40. ഇതാണ് അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ എന്തിന്റെ എഴുതാം? 5ന്റെ മൾട്ടിപ്പിൾ പറ. 5 10 15 20 25 30 35 40 45 50 അല്ലെ? മൾട്ടിപ്പിൾ എഴുതാൻ പഠിച്ചില്ലേ? എല്ലാം നമ്മൾ പട്ടിക പഠിച്ചേക്കുന്നത്. 5 5 10. അതിനാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ആദ്യത്തെ ഈ 2 മൾട്ടിപ്പിൾ മാത്രം നോക്കാം. 2ന്റെ 3ന്റെ മാത്രം. ഓക്കെ, 2ന്റെ മൾട്ടിപ്പിള് ബാക്കിയുള്ള വായിക്കട്ടെ, നമുക്കൊന്നും എഴുതിയാൽ മതിയല്ലോ. 1ന്റെ അങ്ങ് പറയാം. ഓക്കെ, മൾട്ടിപ്പിൾ മനസ്സിലായല്ലോ? സംശയമില്ലല്ലോ അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ പറ. 2 4 6 8 10 12. നമ്മൾ കുറെ 20 വരെ എഴുതിയിട്ടുണ്ട്. 3ന്റെ മൾട്ടിപ്പിള് 30 വരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ നോക്കിയോ? 2 4 6 8 10 12. 3ന്റെയോ? ഇവിടെ 2 ഇവിടെ 3 4 ഇവിടെ 6 ഇവിടെ 6 ഇവിടെ 6. 2ന്റെ മൾട്ടിപ്പിളിൽ ഒരു പ്രത്യേകതയുണ്ട്. 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യയുണ്ട്. ഓക്കെ, ഏതാ? 2 ഇവിടെ ഉണ്ടോ? ഇല്ല. 4 ഇവിടെ ഉണ്ടോ? ഇല്ല. ഈ 6 2 സ്ഥലത്തും വരുന്നുണ്ട്. പിന്നെന്താ വന്നേക്കുന്നേ? 8 ഉണ്ടോ? 10 ഉണ്ടോ? പക്ഷെ 12 2 സ്ഥലത്തും വന്നിട്ടുണ്ട് അല്ലെ? പിന്നെയോ 14 ഉണ്ടോ? 16 ഉണ്ടോ? 18 2 സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ വേറെ 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 കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളുകൾ ഉണ്ടാവും. അതായത് 2 3 എടുത്താല്
ഈ രണ്ടിന്റെയും മൂന്നിന്റെയും മൾട്ടിപ്പിൾ എഴുതിയിട്ട് അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളില്ലേ, ഒരുപോലെ രണ്ടിലും മൾട്ടിപ്പിൾ, ചില മൾട്ടിപ്പിള് ഒരുപോലെ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ഏതായിരിക്കും കോമൺ ആയിട്ട് വരുന്നത്? ഇത് എഴുതിയേക്കുന്നല്ലേ, മൊത്തത്തിൽ ഇത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലുത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? എത്ര വരെ വേണേലും മൾട്ടിപ്പിൾ എഴുതത്തില്ലേ? പക്ഷെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാ? ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാ? ഇതെല്ലാം മൾട്ടിപ്പിൾ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും മൂന്നിന്റെയും കോമൺ ആയിട്ട് വരുന്ന, ഒരുപോലെ വരുന്ന മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുത് ഏതാ? 6 അല്ലെ? ഏറ്റവും ചെറുത് എന്നുള്ളതിന്, ചെറുത് എന്ന് പറഞ്ഞാല് ലീസ്റ്റ് എന്ന് പറയാം. ഏറ്റവും ചെറുത് ലീസ്റ്റ് എങ്ങനെ വരുന്നേ? ഏറ്റവും ചെറുത് കോമൺ ആയിട്ട് വരുന്ന എന്ത് മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാ? ഏറ്റവും വലുതോ? പറയാൻ പറ്റില്ല. ചെറുതെങ്ങനെ കിട്ടുന്നത് മനസ്സിലായോ? രണ്ടിന്റെ മൾട്ടിപ്പിൾ എഴുതി അതിൽ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറുത്, അതാണ് ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളിനെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി എഴുതാം. ലീസ്റ്റിന്റെ എല്ലും കോമണിന്റെ സിയും എമ്മും മൾട്ടിപ്പിളിന്റെ എമ്മും എടുത്താൽ എന്ത് കിട്ടും? എൽസിഎം. ഇതിനാണ് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എൽസിഎം. എൽസിഎം മനസ്സിലായില്ലേ? രണ്ട് സംഖ്യന്റെ മൾട്ടിപ്പിൾ എടുത്തു. ഇപ്പൊ രണ്ടിന്റെയും മൂന്നിന്റെയും എൽസിഎം ഏതായിരിക്കും? അപ്പോ 2, 3 എന്നീ സംഖ്യകളുടെ എൽസിഎം എത്രയാ? എങ്ങനെ കിട്ടിയ? അതിന്റെ മൾട്ടിപ്പിളുകളില് കോമൺ ആയിട്ട് വരുന്ന ഏതാന്ന് നോക്കിയാൽ മതി. അതിനാണ് ഇതെന്ന് പറയുന്നത് എൽസിഎം. എൽസിഎം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ കോമൺ ആയിട്ട് വരുന്ന ഈ മൾട്ടിപ്പിളുകളിലെ കോമൺ ആയിട്ട് വരുന്നതില് ഏറ്റവും വലുതാണോ? ഏറ്റവും വലുത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിൽ ഏറ്റവും ചെറുതായിരിക്കും എന്ത്? എൽസിഎം. ഇനി അടുത്ത രണ്ട് സംഖ്യ നമുക്ക് നോക്കിയാലോ? ഇപ്പൊ 2, 3ന്റെ എൽസിഎം എത്രയാ? 2ന്റെ 3ന്റെ എൽസിഎം എത്രയാ? 6. നാലിന്റെയും 5ന്റെയും എൽസിഎം കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? നോക്ക്, മൾട്ടിപ്പിൾ എഴുതിക്കോ. 4ന്റെ മൾട്ടിപ്പിള് 4, 8, 12, 16, 20, 24, 28, 32, 36, 40. 5ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞോ? 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അല്ലേ? ഇതാണ് മൾട്ടിപ്പിൾസ്. ഇതെല്ലാം ഇനി എത്ര വരെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അതിലത്തെ ലാസ്റ്റ് കോമൺ ആയിട്ടുള്ള നമുക്ക് അറിയാവോ? ലാസ്റ്റത്തെ അറിയില്ല, കാരണം അത് അനന്തമാണ്. പക്ഷെ ലീസ്റ്റ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറുത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 4 ഇവിടെ ഉണ്ടോ? 8 ഇവിടെ ഉണ്ടോ? 12 ഇവിടെ ഉണ്ടോ? 16 ഉണ്ടോ? 20 ഉണ്ടോ? 20 കോമൺ ആണ് അല്ലേ? പിന്നെ ഏതാ? 24 ഉണ്ടോ? 28 ഉണ്ടോ? 32 ഉണ്ടോ? 36 ഉണ്ടോ? 40 ഉണ്ടോ? ഇല്ലേ? 40 അടുത്ത കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറേ മൾട്ടിപ്പിൾ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട ഏതാ? ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് വരുന്നത് അല്ലേ? ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാ? ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും ആദ്യം വരുന്ന ഏതാ? ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് വരുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ലീസ്റ്റ് ആയിട്ട് വരുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എൽസിഎം എത്രയാ? 20 അല്ലേ? 4ന്റെ 5ന്റെ എൽസിഎം 20. നമുക്ക് ഇതിപ്പോ ഇങ്ങനെ എഴുതിയിട്ടല്ലേ കിട്ടിയേ? ഇവിടെ 4ന്റെയും 5ന്റെയും എൽസിഎം എങ്ങനെ കണ്ടുപിടിച്ചത്? വെറുതെ 4, 5 കൂടെ ഗുണിച്ചു നോക്കിയേ. 4, 5, 20 കിട്ടി. 2ന്റെയും 3ന്റെയും എൽസിഎം എത്രയായിരുന്നു? 6. 2, 3 കൂടെ ഗുണിച്ചപ്പോഴും 6 കിട്ടി. ഓക്കെ. പക്ഷെ എല്ലാ സംഖ്യ അങ്ങനെ ഗുണിച്ചാൽ കിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത സംഖ്യ നോക്കാം.
5ന്റെയും 10ന്റെയും എൽസിയം നമുക്ക് നോക്കിയാലോ?